എഞ്ചിനീയറിംഗ് ആലോചിച്ച് നോക്കി, ഒരു വൈബ്രേഷനും സംഭവങ്ങളും കൂടാതെ ഇതിൻ്റെ ഉള്ളിലേക്ക് മോണോറയിൽ കൊണ്ടുപോവുകയാണോ. ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ഡേ 5. എന്റെ റൂമിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ഇനി മെട്രോയിലേക്ക് പോവാണ്. ഇന്ന് നമുക്ക് ഈസി ബസ് സ്റ്റേഷൻ കവർ ചെയ്യാനുണ്ട്. പിന്നെ 1-2 പാർക്കും കാര്യങ്ങളും ഉണ്ട്. 10 മണി കഴിഞ്ഞു. നമുക്കൊരു 4 മണി 4:30 ആകുമ്പോൾ തിരിച്ച് എയർപോർട്ടിലേക്ക് പോകണം. എനിക്ക് ഇന്നലെ എയർക്ക് ഫ്ലൈറ്റ് ഉണ്ട്. നമ്മൾ ബീജിങ്ങിലേക്ക് പോകുന്നു. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഡേ. 增加人站到了，右侧车门打开前，请不要触摸车门，以防夹伤。有换乘10号线的乘客。 അങ്ങനെ നമ്മുടെ ചോങ്കിങ്ങിലെ 2ാമത്തെ ദിവസം നമ്മൾ ആദ്യം വന്നിട്ടുള്ളത് ഈ ഇസീബ സ്റ്റേഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സംഭവം നിങ്ങൾ കുറേ വീഡിയോസിലൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും. വൈറലായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ സ്റ്റേഷൻ്റെ പേര് ഇസീബ സ്റ്റേഷൻ എന്നാണ്. ഇതിന് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് ഇതൊരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ താഴ്ഭാഗത്ത് മൊത്തം കൊമേഴ്ഷ്യൽ സ്പേസും പിന്നെ ഇതിൻ്റെ മേലോട്ടേക്ക് റെസിഡൻസുമാണ് താമസിക്കുന്നത്. ഇതിൻ്റെ എക്സാക്റ്റ് നടുവിനുള്ളിലാണ് ഈ ട്രെയിൻ പോകുന്നത് കേട്ടോ. മോണോറയിലാണ് ഈ പോകുന്നത്. അപ്പോൾ ഈ മോണോറയിൽ പോകുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ട ജനം മുഴുവൻ ഇവിടെ നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ കുറേ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ വേണ്ടി ആൾക്കാർ നിൽക്കുന്നുണ്ട്. പിന്നെ റീൽ എടുത്ത് കൊടുക്കുന്ന ടൈപ്പ് ആൾക്കാരുണ്ട്. അതുപോലെ കുറേ സാധനങ്ങൾ വിൽക്കാൻ വന്നവരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രെയിൻ ഇങ്ങനെ പാസ് ചെയ്യുന്നത്, അതായത് ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലൂടെ പോകാമെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കാം. ഞാൻ ഈ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ ഒന്നും തോന്നില്ല. ഇതൊരു സാധാ മോണോറെയിൽ സ്റ്റേഷനായിട്ട് തന്നെ പോകുള്ളൂ. നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴെ ഒന്ന് പുറത്ത് നോക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. നമ്മളിങ്ങനെ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലൂടെയാണ് പാസ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ കൺസ്ട്രക്ഷൻ ഇതൊരു ഭയങ്കര എഞ്ചിനീയറിങ് വണ്ടറായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇതിനുള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു നോയ്സ് വൈബ്രേറ്ററും സംഭവങ്ങളൊക്കെ വെച്ചതുകൊണ്ട് തന്നെ റെസിഡൻസിന് അത്ര കണ്ട് എഫക്റ്റ് ആവില്ല. അപ്പോൾ എസ്പെഷ്യലി ഇത് 1-2 ഫ്ലോറുകൾ കാലിയാണ്. ട്രെയിൻ പോകാൻ വേണ്ടി സ്റ്റേഷൻ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ മുകളിലേക്ക് കാണുന്നത് റെസിഡൻഷ്യൽ ബിൽഡിങ്ങുമാണ്. ഇതിങ്ങനെ ഉണ്ടാക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് മേലോട്ടേക്ക് മൊത്തം കുന്നും മലകളായിട്ടുള്ള ഏരിയാസാണ് ഈ ചോങ്കിങ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ടണൽ പോകുന്നതും കാര്യങ്ങളും ബിൽഡിങ് പൊളിച്ച് കളയുന്നതിനേക്കാൾ എത്രയോ നല്ലത് ബിൽഡിങ്ങിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്യാമെന്നുള്ളൊരു ഐഡിയോളജിയിലാണ് ഇവർ കൊണ്ടുവന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒരു ഭയങ്കര ഇൻസ്റ്റാഗ്രാമബിൾ സ്പോട്ട് കൂടിയാണ്. അപ്പം ഇവിടെ വന്നിറങ്ങാൻ എളുപ്പമാണ്. നേരെ ഇസീബ സ്റ്റേഷനിലേക്ക് മെട്രോ എടുക്കുക. ഇവിടെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനും പറ്റും ഇങ്ങനത്തെ ഒരു വ്യൂ. ജസ്റ്റ് കണ്ടിട്ട് ഒരു കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഇവിടുന്ന് പോകാവുന്നതാണ്. അടുത്ത ഷോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകേണ്ടത് ടെസ്റ്റ് ബെഡ് 2 ഏരിയ എന്ന് പറയുക, എർച്ചാങ് എന്ന് പറഞ്ഞ ഏരിയയിലേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഒരു ടൂറിസ്റ്റ് ബസ് ഉണ്ട് കേട്ടോ. ഇതൊരു ഇത് തന്നെയാണ്. ഇതിൽ എന്താ പറയുക, നമുക്ക് ടാപ്പ് ചെയ്തിട്ട് കയറാം. 6 യുവാനാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു ബസ്സാണ് കേട്ടോ. ടൂറിസ്റ്റ് ബസ് ഏരിയ എന്നാണ് പറയുന്നത്. അവിടേക്ക് നമ്മൾ പോകുന്നത്. ഇവിടെ ഇസീബ സ്റ്റേഷൻ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ടെസ്റ്റ് ബെഡ് 2 എന്ന് പറഞ്ഞ ഏരിയ, പിന്നെ എർലിംഗ് പാർക്കുണ്ട്. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടി ഇവർ അറേഞ്ച് ചെയ്തതാണ് കേട്ടോ ഈ വളരെ ചെറിയൊരു ബസ്. ഇപ്പോൾ ഈ ബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് തിരിച്ചു വരുന്നതാണ്. ഇസീബ സ്റ്റേഷൻ മുതൽ അങ്ങനെ പോയി ടെസ്റ്റ് ബെഡ് ഏരിയ കഴിഞ്ഞിട്ട് എർലിംഗ് പാർക്കിന് അങ്ങനെ പാസ് ചെയ്ത് വരുന്നൊരു ബസ്സാണ്. ആകെ 6 യുവാനുള്ളൂ കേട്ടോ. അതിന് വളരെ സീറ്റും കുറവാണ്. പക്ഷേ ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു 30 മിനിറ്റ്സിൽ അങ്ങനെ ഈ ബസ് ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ കേട്ടോ. ടെസ്റ്റ് ബെഡ് 2 ഏരിയ. വെൽക്കം ടു ദ ടെസ്റ്റ് ബെഡ് ഏരിയ. ഇൻഡസ്ട്രിയൽ സോണാണത്. അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരുപാട് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ നല്ല രസത്തിലുള്ള സ്ഥലം എന്ന് പറയുന്നത്. ഭയങ്കര ഒരു എന്താ പറയുക, മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ദിസ് ഈസ് ടെസ്റ്റ് ബെഡ് 2 ഏരിയ കേട്ടോ. ഇവിടെ ഒരുപാട് ബിൽഡിങ്സും കാര്യങ്ങളും ഇൻഡസ്ട്രിയൽ ഇങ്ങനെ എന്താ പറയുക, ചൈന ലോജിസ്റ്റിക്സിനൊക്കെ കണ്ടില്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഏരിയാസ് ഒഴിവാക്കിയത് ഇവർ വന്നിട്ട് റീമോഡിഫൈ ചെയ്താണ്, റീഫർബ് ചെയ്തെടുത്തതാണ് നമുക്ക് ഇതിന് കണ്ടിട്ട് മനസ്സിലായിട്ടുള്ളത്. ഇറ്റ് വാസ് എ മണി ബിൽഡിംഗ് ഫാക്ടറി കേട്ടോ. പണം ഉണ്ടാകുന്ന ഇതായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇത് പിന്നീട് ഇവരിത് കൺവേർട്ട് ചെയ്തിട്ട് ഇപ്പം കംപ്ലീറ്റ് ഇത് ഈ സ്ഥലത്ത് മാറിയപ്പോൾ പിന്നെ അവരത് മറ്റെന്താ പറയുക, ഒരു കോഫി ഷോപ്സും അങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയാൽ കാണാം. ഒക്കെ പഴയ ബിൽഡിങ്സാണ്. പക്ഷെ താഴോട്ട് നോക്കിയാൽ എല്ലാം കണ്ടു ഡെക്കറേറ്റ് ചെയ്തിട്ട്. അതൊക്കെ ശരിക്കും നമുക്ക് ഒരു ലെസനാണ് കേട്ടോ. നമ്മുടെ ഒഴിവാക്കി കിടക്കുന്ന കെട്ടിടങ്ങളും സംഭവങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു വ്യൂ ആയി. അവിടെ കുറേ കോഫി ഷോപ്പ് കാര്യങ്ങൾ, ഇറ്റ് ടേൺസ് ഔട്ട് ബിസിനസ്. ഇതൊക്കെ നമ്മൾ ഓരോ കൺട്രീസിൽ നമുക്ക് എടുക്കാവുന്ന ലേണിങ്സുകളാണ്. അമേസിങ് ഓൾവേസ്. ആ പഴയ രീതിയിൽ തന്നെ ആ ഒരു അസ്തറ്റിക് നിലനിർത്തിക്കൊണ്ടാണ് അവർ ചെയ്തിട്ടാ. ഒരുപാട് നല്ല രസമുള്ള ഏരിയാസ് ഉണ്ട് കേട്ടോ. നൈറ്റ് ആയി കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി അമേസിങ്. കാരണം ഇതൊക്കെ ലൈറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നുകൂടി അടിപൊളിയാവും. ലിറ്ററലി ആ പഴയ പ്ലേസ് തന്നെ ഉണ്ടോ. അതിന്റെ മേലെ കൂടെ ഒക്കെ പൊളിഞ്ഞ സ്ഥലത്തൊക്കെ ഓരോ ചെറിയ സാധനങ്ങളൊക്കെ അടിച്ച് കവർ ചെയ്തിട്ടാ നല്ല പ്രോപ്പറായിട്ട് ഉണ്ടാക്കി. പിന്നെ താഴെ നല്ല പെയിന്റിങ്സ് കൊടുത്ത് സൂപ്പറായിട്ട്. പിന്നെ ഇവിടെ അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ആയിട്ട് കാണാൻ പറ്റും. ഇതുപോലെ ഒരു സ്ഥലത്ത് കൂടെ ആയിരുന്നു ആ ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഇത് കുന്നാണ്, ഒരു മല കണ്ടില്ല, ഈ മല കയറാൻ ഒരു ചെറിയൊരു ബസ്സൊക്കെ ഇട്ട്. ദിസ് ഇസ് കൈൻഡ് ഓഫ് ടൂറിസം ആൻഡ് ദിസ് ഇസ് ഹൗ യു ടു പ്രൊമോട്ട് ഇറ്റ്.
ഇങ്ങനെയാണ് നമ്മൾ ഐഡിയാസ് കൺവേർട്ട് ചെയ്യേണ്ടത്. നമുക്ക് ഇപ്പോൾ ഇവിടെ ഉള്ള ഒന്നും മാറ്റം വരുത്തേണ്ടി വന്നില്ല. കീപ്പ് ഇറ്റ് ആസ് ഇറ്റ് ഈസ്. പക്ഷെ അതൊരു പ്രധാലയം പോലെ ഒഴിഞ്ഞടക്കുന്നതിന് പകരം ദേ ജസ്റ്റ് കൺവേർട്ടഡ് ഇൻ ടു എ ന്യൂ ഹാങ്ങിങ് ഔട്ട് പ്ലേസ് ആൻഡ് ടൂറിസം. എത്ര ആളാ ഇവിടെ കാണാൻ എന്തായിട്ട് വരുന്ന കളേഴ്സ്, ഫുൾ കളേഴ്സ് അല്ല, പല തരത്തിലുള്ള കളറും കാര്യങ്ങളോ അത് കൊടുത്തു. അതിനകത്ത് കോഫി ഷോപ്പ് കാര്യങ്ങൾ, ഹാങ് ഔട്ട് ചെയ്യാൻ നല്ല ക്ലൈമറ്റും ആണ് കേട്ടോ. സോ ഇറ്റ്സ് ബെറ്റർ. ഞാൻ പോകുന്ന എന്തൊരു ബ്രെഡിന്റെ ഒരു ഐറ്റം കണ്ട്, പിന്നെ അവിടുന്ന് ഒരു കോഫിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആകെ 3 അങ്ങനെയുള്ള ഈ ബ്രെഡിന്റെ ഐറ്റം ലോക്കലി ആള് വീട്ടിൽ നിന്നുണ്ടായി കൊണ്ടാന്ന് നിൽക്കുന്ന സാധനം. അപ്പൊ നമ്മൾ നേരെ എർലിംഗ് പാർക്കിലേക്ക് പോകാം കേട്ടോ. എർലിംഗ് പാർക്കിലേക്ക് കയറിട്ടോ. എർലിംഗ് പാർക്കിലേക്ക് ഫീയും കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് ഫ്രീ എൻട്രി ആണ്. ഇവിടെ നോക്കി അതിന്റെ വ്യൂ കാണാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മെയിൻലി ഇതെല്ലാം ഒരു എന്താ പറയുക, ഒരു നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. കംപ്ലീറ്റ്ലി ചെടികളും മരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അതിൻ്റെ അതുപോലെ നടക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പീസ് ആൻഡ് കാം അറ്റ്മോസ്ഫിയർ ആണ്. എർലിംഗ് പാർക്കിൽ അങ്ങോട്ടേക്ക് നോക്കിയാൽ നല്ല വ്യൂ ഉണ്ട്. താഴോട്ട് ഇങ്ങനെ കുറേ ഇറങ്ങി പോകണ്ട. ഇവിടുത്തെ വ്യൂ പോയിന്റ്സ് ഒക്കെ വേറെ രീതിയിലുള്ളത്. ഇവിടെ നമുക്ക് കുറേ ഫുഡ് കൗണ്ടേഴ്സ് ഉണ്ട്. പക്ഷെ ഇവരൊരു കാര്യം വൃത്തിയിൽ ചെയ്ത് എല്ലാവർക്കും ഒരേപോലെ സെറ്റപ്പ് കൊടുത്തിട്ട് ഷോപ്പിൻ്റെ അവിടെ കറക്റ്റായിട്ട് ഇംഗ്ലീഷ് നെയിമും ചൈനീസ് നെയിമും എഴുതി വെച്ചു. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ഓർഡർ ചെയ്യാൻ പറ്റും. ഇവിടെ പിന്നെ കുറേ സ്നാക്സ് ഐറ്റംസ് ഉള്ളത്, ഹെവി ഫുഡല്ല, ലൈറ്റ് ഐറ്റംസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഐഡിയ ഉണ്ടല്ലോ. കാരണം എല്ലാം കാണാൻ ഭയങ്കര രസമാണ്, എല്ലാം ബ്യൂട്ടിഫുൾ ആണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ അത് എല്ലാം ഇങ്ങനെ വാങ്ങിക്കഴിച്ച് നോക്കാൻ തോന്നും നമുക്ക്. ഇപ്പോൾ നോക്കി നിങ്ങൾ ജയന്റ് ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട് മറ്റേ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, സ്ട്രോബെറി ഷുഗർ കോട്ടഡ് ഹാവ് എല്ലാം ഇങ്ങനെ ഒരു 10, 15 ആ റേഞ്ചിലൊക്കെ തന്നെ ഉണ്ടാവുക. ഓവറോൾ സ്പെൻഡ് വരും. പക്ഷേ 2-3 ആളൊക്കെ വരുന്ന സമയത്ത് ബെസ്റ്റാണ്. ഞങ്ങൾക്ക് ഒന്നിച്ച് വാങ്ങാം. എല്ലാവരും ടേസ്റ്റ് നോക്കിയാൽ മതി. ഒരാളെ എല്ലാം കൂടി കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഫുള്ളായി പോകും. അതാണ് നമ്മളെ പ്രശ്നം, നമുക്ക് കൂടുതൽ കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതാണ് ഞങ്ങളുടെ ക്ലൈമറ്റ് കേട്ടോ, ഭയങ്കര പീസ്ഫുൾ. ഞാൻ ചോക്കിങ് ഭയങ്കര ചൂടൊക്കെ പ്രതീക്ഷിച്ചു വന്നു. പക്ഷെ അൽഹംദുലില്ലാ 2 ദിവസം നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അപ്പം ഇവിടെ പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നൊക്കെ സാറെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ചൈനയിൽ മുസ്ലിം പോപ്പുലേഷൻസ് അത്ര കുറവായതുകൊണ്ടായിരിക്കാം. പക്ഷെ ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് ചോങ്കിങ് ഗ്രാൻഡ് മോസ്കിലാണ്. അപ്പം ശരിക്കും ഇവിടെ കയറണമെങ്കിൽ സെക്യൂരിറ്റി ചെക്കിനും സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ക്ലോസ് ചെയ്ത് വെച്ചിട്ടാണ് കാണുന്നത്. എന്നോട് നേരെ ഉള്ളോട് പോയിക്കോന്നും പറഞ്ഞ്. ഇവിടെ എല്ലാവരും ബാസ്കറ്റ് ബോൾ കോർട്ട് കാണുന്നുണ്ടോ, നല്ല ഗോൾഡൻ ഡോർസ് ഉണ്ട്. ഉള്ളോടെ ഞാൻ കയറാൻ പോകുന്നുള്ളൂ. അപ്പോൾ സത്യം പറഞ്ഞാൽ 1400 ആ കാലഘട്ടത്തിലെ ഇവിടെ ഒരു ചെറിയ പള്ളി ഉണ്ടായിരുന്നു. അത് നമ്മൾ ഇന്നലെ നടന്ന സ്ട്രീറ്റ് ഉണ്ടല്ലോ, ലൈറ്റൊക്കെ കണ്ടത്. ആ സ്ട്രീറ്റിൻ്റെ അവിടെ ഒരു ഷിബാറ്റി എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റെപ്സ് ഉണ്ട്. അതിന് മുകളിൽ ഒരു ചെറിയ പള്ളി ഉണ്ടായിരുന്നു. അത് ഇങ്ങോട്ട് 2020 മാറ്റിയിട്ട് 4500 സ്ക്വയർ മീറ്ററുള്ള ഈ വലിയ പള്ളി പണിയാണ് ഉണ്ടായത് 2020. അങ്ങനെ ഇവിടെ 2000 ആൾക്കാർക്ക് അറ്റ് എ ടൈം പ്രെയർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാണ് ഇവിടുത്തത്. ഇനി ഉള്ളോട്ട് കയറിയിട്ട് ഞാൻ കാണിച്ചത് എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റീസ് എന്നുള്ളത്. ഒരു അറബിക് ടച്ചുള്ള ഒരു പള്ളിയാണ്. പക്ഷെ പുറമേ നോക്കുമ്പോൾ ഒരു ചൈനീസ് ടെമ്പിൾ കാര്യങ്ങൾ പോലെ തോന്നുന്ന മൊത്തത്തിൽ അങ്ങനത്തെ നെയിംസും കാര്യങ്ങളും. ആ പള്ളിയാണെന്ന് പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ബട്ട് ദിസ് ഈസ് ദ ഗ്രാൻഡ് മോസ്ക്. സമയം ഉണ്ടെങ്കിൽ ഞാൻ പഴയ പള്ളിൻ്റെ അവിടെ കൂടി പോയിട്ട് അത് കൂടി ഒന്ന് കാണിച്ചു തരാം. പിന്നെ ജെൻസിനൊക്കെ ഉള്ള അബ്ലൂഷൻ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പള്ളി മൊത്തത്തിൽ എംപ്റ്റിയാണ്, ആരും കാണുന്നില്ല. ഒരു പ്രത്യേക തരത്തിലാണ് ഇവിടുത്തെ ഒരു അബ്ലൂഷൻ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. കണ്ടോ, ഇവിടെ ഇരുന്നിട്ട് ഒതെടുക്കാം. പിന്നെ എനിക്ക് തോന്നുന്നത് കാല് കഴുകാനുള്ള സെറ്റപ്പാണെന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ വാഷ്റൂമിലേക്ക് ഇവിടെ നിറച്ചു കൊണ്ടുപോകാനാണെന്ന് തോന്നുന്നത്. കാരണം ഇവിടുത്തെ വാഷ്റൂംസിൽ സാധാരണ ഷട്ട് ഓഫ്സ് ഉണ്ടാവാറില്ല. അതൊരു ഡ്രോബാക്കാണ് സാധാരണ. ഇത് കുളിക്കാനുള്ള സെറ്റപ്പാണോ? അതൊക്കെ ഉണ്ടോ? കുളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇവിടെ തന്നെ തോർത്താനുള്ള സെറ്റപ്പ് ഉണ്ട്. ടോയ്ലറ്റ്സ് കാണുന്നില്ല. ടോയ്ലറ്റ് സാധാരണ ഇന്ത്യൻ സെറ്റപ്പിൽ ടോയ്ലറ്റ്സ് ഉണ്ടാവാറ്. ആരുമില്ല, പറ്റ വിജന. അപ്പോൾ നിസ്കാരം പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കും. പള്ളിയിൽ നിസ്കാര പരിപാടികളൊന്നും ഇല്ല. ഒരു മനുഷ്യനെ കാണുന്നില്ല കേട്ടോ, ആകെ സൈലൻസ്. പക്ഷേ ഇതൊരു അറബിക് ടച്ചിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. പക്ഷെ ഒരു മനുഷ്യൻ്റെ അവിടെ. ഇനി നിസ്കാരം കഴിഞ്ഞോ എന്താണെന്നറിയില്ല. മെമ്പറൊക്കെ നോക്കുക ഭയങ്കര മേലെ. അത്യാവശ്യം വലിയ പള്ളിയാണ്. അപ്പുറത്ത് സ്ത്രീകൾക്ക് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഫൈനലി ആൾക്കാർ വന്നു തുടങ്ങിയിട്ട് ഞാനിപ്പോൾ ഒരു മലേഷ്യ എന്നുള്ളൊരു കപ്പിൾസിനെ കണ്ടു. മൂപ്പര് തപ്പി വന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷൻ്റെ പേര് ഫെങ്സിലു എന്നാണ് കേട്ടോ. ഫെങ്സിലു മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റും. അപ്പോൾ ടൈമുള്ളവർ മെട്രോ ഒക്കെ എടുത്ത് മെല്ലെ വന്ന് കണ്ടുപോയാൽ മതി. പിന്നെ അവിടെ നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. സോ അതിനാണ് കൈ വരാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. അപ്പോൾ നമ്മൾ ഇറങ്ങട്ടെ. എനിക്ക് ടൈമില്ലാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ അടുത്ത്. പിന്നെ ഹലാൽ ഫുഡ്സ് കിട്ടുമെന്ന് ചോദിക്കുന്നവർക്ക് ഞാനിപ്പോൾ ഒരു ലൊക്കേഷൻ കാണിച്ചു തരാം. ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ യു ടു കം ആൻഡ് കവർ ഇറ്റ്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കാര്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ടൈമിൻ്റെ അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയതായിരിക്കും. പിന്നെ ഇവിടെയൊക്കെ ഈ ഇങ്ങനത്തെ കൺട്രീസിൽ കൂടുതലുണ്ടാവുക ഈ മലേഷ്യ അങ്ങനത്തെ സ്ഥലത്ത് നിന്നൊക്കെ മൂവ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ മുസ്ലിംസിന് കൂടുതലുണ്ടാവുക. ഇവിടുത്തെ ആക്ച്വലി ചൈനൻ മുസ്ലിംസൊക്കെ ജീവിക്കുന്നത് യൂഗിയോർ മുസ്ലിംസ് സംഭവങ്ങളൊക്കെ ഇല്ല. അവരൊക്കെ
തിബത്ത് ബോർഡറിൽ അങ്ങനെ സ്ഥലത്താണല്ലേ. ഒന്നാമത് അവർ കുറച്ച് റെസ്ട്രിക്ഷനാണ് ഇവിടുത്തെ ഗവൺമെൻറ് അവർക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കുറേ ഒരു ഒന്നിച്ചൊരു കമ്മ്യൂണിറ്റി ഒക്കെ ആയിട്ടാണ്. പിന്നെ ഇന്നലെ നമ്മൾ പരിചയപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിൻ്റെ പേര് പറയുന്നത് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇവിടെ തന്നെ ഈവൻ ഞാൻ പറഞ്ഞില്ല ഒരു പള്ളി പോലും കാണുന്നില്ല എന്ന് പറയാൻ കാരണം ഇവിടെ ഈ മിനാറൊന്നും സമ്മതിക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ദിസ് ലുക്സ് മാസീവ്. ഇതാണ് ഫെങ്സ്ലോ മെട്രോ സ്റ്റേഷൻ കേട്ടോ. ഈ ഫെങ്സ്ലോ മെട്രോ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നിട്ട് അങ്ങോട്ട് മേലോട്ട് കയറി പോയാൽ പള്ളീൻ്റെ അവിടെ എത്തും. പള്ളിയിലേക്ക് പ്രത്യേകിച്ച് സൈനൊന്നുമില്ല, പക്ഷെ മാപ്പിൽ കാണിക്കും. മാപ്പിൽ ചോങ്കിങ് മോസ്ക് എന്ന് അടിച്ചാൽ മതി. സോ ഫെങ്സ്ലോ മെട്രോ സ്റ്റേഷൻ. പിന്നെ അവിടെ വർക്കിംഗ് ടൈം ആയിട്ട് ഒരു 6 മണി വരെ കാണിക്കുന്നുള്ളൂ. ചിലപ്പം അതിനുശേഷം പ്രയറിനുള്ളവർ മാത്രമേ കയറ്റുള്ളൂ. അപ്പം പകൽ സമയത്ത് ഒന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ദാറ്റ്സ് ദ ബെസ്റ്റ് വൺ. സോ ഇവിടുന്ന് ഈ പാലല്ലോ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ. ശരിക്കും കോമഡി ഇപ്പഴാ മനസ്സിലായത്. നമ്മുടെ ഈ മെട്രോ ഒന്നും ഇവിടെ ഇറങ്ങിയില്ലേ, അവിടെ കുറെ ഹലാൽ ഷോപ്പ് ഉണ്ട്. പഴയ പള്ളി ഇവിടെ ആണെന്ന് കാണിച്ചിട്ട് ഞാൻ അങ്ങോട്ട് കയറി നോക്കുമ്പോ ഞാൻ ഇന്നലെ ഫുഡ് കഴിക്കാൻ വന്ന സ്ഥലം ഈ ഷോപ്പിലാണ് നമ്മൾ ഇന്നലെ ഫുഡ് കഴിച്ചേ. അപ്പൊ ഇതിന്റെ അടുത്ത് എവിടെ ആണ് എനിക്കൊന്ന് പൂട്ടിപ്പോയൊരു പള്ളി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. ചിലപ്പോൾ ഇവിടെ ആയിരിക്കും. ഈ ലൊക്കേഷനാണ് ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട പള്ളി അങ്ങോട്ടേക്ക് മാറിയിട്ടുള്ളത്. സോ അതിൻ്റെ അടുത്ത് ഷോപ്സ് നോക്കുമ്പോൾ ഈ ഷോപ്സ് കാണിക്കുന്നത്. സോ അങ്ങനെ ഫുഡ് കിട്ടണം എന്നുള്ളവർ ഈ ജയച്ചങ്കോല് വരാം. ജയച്ചങ്കോന്റെ നമ്പർ 4 എക്സിറ്റ് എടുക്കുകയാണെങ്കിൽ ആ മെട്രോ തന്നെ കേട്ടോ. ഇവിടെ ഈ കാണുന്നൊക്കെ നിങ്ങൾക്ക് കുറെ ഹലാൽ ഫുഡ്സ് കിട്ടും. ഞാൻ നല്ല പറഞ്ഞ പോലെ സിമ്പിൾ നോക്കിയാൽ മതി. ഇനി ജിയച്ചങ്കോന്റെ തന്നെ ഞാൻ ഇറങ്ങിയ എക്സിറ്റ് 3 അങ്ങനെയാണ്. അവിടുന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷിബാട്ടി ഇത് കിട്ടും. ഓക്കെ, ഈ ഷിബാട്ടിന്ന് നടന്നു കഴിഞ്ഞാൽ ദേയി എത്താം, ദേയിന്ന് നടന്നു കഴിഞ്ഞാൽ ബായ് സ്ട്രീറ്റ് എത്താം. അപ്പൊ എല്ലാം ഒരു വാക്കിംഗ് ഡിസ്റ്റൻസിലാണ്. ബട്ട് ലോട്ട് ഓഫ് ഓപ്ഷൻസ് ആണ് ദർ. ഓക്കെ, ഇവിടെയും ഇഷ്ടം പോലെ ഹലാൽ ഫുഡ്സ് ഉണ്ട് കേട്ടോ. പറഞ്ഞ പോലെ ഇപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് പഴയ ആ ഒരു പള്ളിന്റെ ഏരിയ ആയതുകൊണ്ടാണ് തോന്നുന്നത്. കാരണം എനിക്ക് സിമ്പിൾ വെച്ചിട്ട് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആ മേലെ നിങ്ങൾ ആ നീല ബോർഡിന്റെ ഒക്കെ മേലെ കാണുന്നുണ്ട്, ഒരു ചെറിയ സിമ്പിൾ വെച്ചിട്ടില്ല. ദാറ്റ്സ് ഹലാൽ എന്നുള്ളതിന്റെ അതിന്റെ സിമ്പിൾ അതാണ് കേട്ടോ. സോ ഗുഡ് മാൻ, സോ ഗുഡ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് കഴിക്കാൻ എളുപ്പം. നൂഡിൽസ് എപ്പോഴും ഞാൻ വാങ്ങും, ബാലൻസ് ആവും. അപ്പൊ ഞാൻ ബാക്കി ആവുന്നുണ്ട്. ഇപ്രാവശ്യം ഡംപ്ലിങ് പറഞ്ഞു നോക്കിയതാ. 15 ഡംപ്ലിങ് ഉണ്ടെങ്കിൽ വയർ ഫുള്ളാവും. നമ്മുടെ ഉള്ളിൽ മറ്റേ ബീഫിന്റെ ഫില്ലല്ല കേട്ടോ. തുറന്നോണം അങ്ങനെ കാണിച്ചു തരാം. നല്ല ആവി കയറ്റിയ സാധനം. ഇത് അധിക സ്ഥലത്തും പോർക്കിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ചിക്കൻ പൊതുവെ കുറവാണ്. പൊതുവെ ബീഫ് ഡംപ്ലിങ്സ് ആണ് ഉണ്ടാവാറ്. ഡംപ്ലിങ് വേറാണ്. പക്ഷെ ഇവിടെ ഡംപ്ലിംഗ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലത്തെ സാധനമാണ് തരുന്നത്. ഇത് മോമോസ് പോലെ ഉണ്ട്. ഞാൻ വേറെ ഏതോ കൺട്രിയിൽ നിന്ന് ഡംപ്ലിങ് കഴിച്ചപ്പം റഷ്യയിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ചൊരു ഡിഫറെൻ്റ് ആണ്. അപ്പം നിങ്ങളുടെ സോസും കൂട്ടി ഇടിക്കുകയാണെങ്കിൽ ബെസ്റ്റ് സാധനം ഉണ്ടാവും. ഇന്ന് റെസ്റ്റോറൻറ്റ് പോകുന്നില്ല, നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കഴിക്കാം. റെസ്റ്റോറൻറ്റിൻ്റെ പേര് വായിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ 4th എക്സിറ്റ് കഴിഞ്ഞിട്ട് 2ാമത്തെ 3ാമത്തെ ഷോപ്പാണോ. അപ്പം നമ്മൾ മെട്രോയിൽ ഇറങ്ങി എക്സിറ്റ് 4ന്റെ അതിലൂടെ തന്നെ ഒരുപാട് എക്സിറ്റ് ഉണ്ട്. ജിയച്ചങ്കോ മെട്രോ ഇറങ്ങിയാൽ അവിടെ കാണിക്കും 18 സ്റ്റെപ്പ് ട്രഡീഷണൽ ഏരിയ എന്നുള്ളത്. ഇതാണ് ആ 18 സ്റ്റെപ്പ്. 18ാം പടി 18 പടി വരെ അവിടെ എത്തുന്നു. ഇത് അവരുടെ ട്രഡീഷണൽ ഇതായിട്ടാണ് കാണുന്നത്. ഷിബാട്ടി എന്നാണ് അതിന്റെ പേര്. ഇതൊരു ഓൾഡ് ടൗൺ ആണ്. അതും കൂടെ കാണിച്ചു തരാം. മെട്രോ സ്റ്റേഷൻ എന്ന് ഇറങ്ങിയോണ്ട് എന്താണെന്ന് മനസ്സിലായില്ല. ഇനി ഈ കടന്ന് വരുന്നതാണോ 18 പടി, അല്ലെങ്കിൽ ഇവിടുന്ന് മേലോട്ട് കയറുന്നതാണോ 18 പടി എന്ന് അറിയില്ല. എന്തായാലും ഇത് നേരെ കയറി ചെല്ലുന്നത് മെട്രോ സ്റ്റേഷനിലേക്കാണ്. ഐ തിങ്ക് റെയിൽ ട്രാൻസിറ്റ് ആണ് അങ്ങോട്ട് പറയുന്നത്. റെയിലിലേക്ക് പോകണമെന്നാണ് പറയണത്. പക്ഷെ ഇതിന്റെ ബ്യൂട്ടി താഴേന്ന് വരുമ്പോഴാണ് കേട്ടോ. അതിന്റെ ഇവിടുന്ന് എല്ലാ സൈഡിലും കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ. ഒരു ചൈനീസ് ട്രഡീഷണൽ ഇത് വെച്ചിട്ടുണ്ടാക്കിയാൽ നമുക്ക്. പക്ഷെ കണ്ടിട്ട് മോർ സോർട്ട് ഓഫ് ഒരു ജപ്പാനീസ് ലുക്കാണ് കേട്ടോ ഉള്ളത്. എല്ലാത്തിനും ഇടവയിലേക്കും കുറെ വഴികളും ഉണ്ട്. സോ ഈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ഒരു കുത്താൻ ഒരുമിച്ചുള്ള സ്റ്റെപ്പ് ഒന്നല്ല, കുറച്ച് സ്റ്റെപ്പായിട്ടാണ്. പക്ഷെ അവരിതിനെ 18 സ്റ്റെപ്സ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഉണ്ടോ, ഇവിടുന്ന് അങ്ങോട്ട് ആ മേലെ വരെ കയറി പോകാനുള്ളത് കേട്ടോ. ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജസ്റ്റ് നോർമൽ സ്റ്റെപ്സ്, നത്തിങ് ഹെവി. അല്ലോ, അതാണ് ഷിബാട്ടി എന്നാണ് ഇതിന്റെ പേര്. ചൈനീസ് സിമ്പിൾസും കാര്യങ്ങളും തന്നെയാണ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ സത്യത്തിൽ ചെക്കിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് തന്നെ ഇപ്പോൾ ബോർഡിംഗ് പാസ് വന്നു. പിന്നെ എനിക്ക് എൻ്റെ പവർ ബാങ്കിൻ്റെ കാര്യത്തിൽ മാത്രമേ പേടിയുള്ളൂ. ഇവിടെ ശരിക്കും പവർ ബാങ്ക് കൊണ്ടുവരുമ്പോൾ CCC വെരിഫിക്കേഷനിലേക്ക് കൊണ്ടുവരണമെന്ന് പറയല്. എൻ്റെ പവർ ബാങ്കിന് അത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷെ എന്തോ അറിയില്ല, ഞാൻ വരുന്ന എല്ലായിടത്തും പവർ ബാങ്ക് അവർ വാങ്ങുന്നുണ്ട്, അവർ ബാക്കിൽ വായിച്ചു നോക്കുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. ഞാൻ സാധനം അവർ എപ്പോഴും എടുത്ത് വെക്കുന്നത് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ എൻ്റെ പവർ ബാങ്ക് MIൻ്റെ ഒരു 20,000 പവർ ബാങ്ക് ആണ്. അതിന് പുറകിൽ അവരെന്തോ വായിക്കുന്നുണ്ട്. എന്താ വായിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അത് ഓൾറെഡി മാഞ്ഞു പോയാണ്. കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്ന പവർ ബാങ്കാണ്. അപ്പോൾ അതുള്ളതുകൊണ്ട്
ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ പവർ ബാങ്ക് എൻ്റെ റെക്കമെൻഡേഷനിൽ CCC വെരിഫിക്കേഷനിൽ ഒന്നും ഇവിടെ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മുക്കിലും മൂലക്കും ഇവിടെ പവർ ബാങ്ക് കിട്ടാണ്ട്. അല്ലെങ്കിൽ ഈ എന്താ പറയുക സ്റ്റാൻഡേർഡ് ട്രാവൽ സ്റ്റാൻഡേർഡിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിക്കുള്ള സാധനങ്ങൾ അത് കൊണ്ടുവരാം. ഇനി ഞാൻ വേറെ സാധനം പറഞ്ഞതാ, ലക്കിൻ കോഫി ഞാൻ പറഞ്ഞു. ലക്കിൻ കോഫി നമ്മൾ കുറേ ഇങ്ങനെ തിരഞ്ഞെടുക്കുക. ഇവിടുത്തെ ഒരു ഭയങ്കര ബ്രാൻഡാണ്, ചൈനയിലെ എല്ലാ സ്ഥലത്തും കാണുന്നുണ്ട്, ഒരുപാട് നമ്മളെ ബ്രാഞ്ചസ് ഉള്ള സാധനമാണ്. അപ്പം ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചു. ഇപ്പോൾ വാങ്ങിക്കാൻ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, നമ്മൾ അലിപേൻ്റെ അകത്ത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞത്, ഇത് നമുക്ക് സ്കാൻ ചെയ്തിട്ട് നമ്മൾ സാധാ ഗൂഗിൾ പേയിലൊക്കെ മാതിരി ഒരാളെ QR കോഡ് സ്കാൻ ചെയ്തെടുക്കുക. പിന്നെ രണ്ടാമത് പേ ഓർ റിസീവ് അടിച്ചു കഴിഞ്ഞാൽ ഒരു QR കോഡ് വരും. ഇപ്പം ഇങ്ങനത്തെ മെഷീൻ ആണെങ്കിൽ ഇവർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അവരുടെ എമൗണ്ട് അതിലടിക്കും, എന്നിട്ട് നമ്മൾ QR സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പൈസ കിട്ടും. മൂന്നാമത്തത് മെയിനായിട്ട് ട്രാൻസ്പോർട്ട്. ഞാൻ ഏത് കണ്ടപ്പോൾ ചോങ്കിങ്ങിനാണെങ്കിൽ ചോങ്കിങ്ങിന്റെ മെട്രോ കാർഡ് ഇവിടെ ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ബീജിംഗ് പോകുമ്പോൾ അത് ആക്ടിവേറ്റ് ആക്കിയാൽ മതി. അപ്പോൾ ഇത് നല്ല സുഖം എന്ന് വെച്ചാൽ ഇത് വെച്ച് കൊടുത്താൽ മതി ഇറങ്ങുമ്പോഴും പോകുമ്പോഴൊക്കെ. പിന്നെ ഇത് ഓഫ്ലൈനായിട്ട് വർക്കാവുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ നെറ്റ് ഓൺ ആക്കാറുണ്ട്, പക്ഷേ ഓഫ്ലൈനായിട്ട് വർക്കും. അപ്പം മെട്രോ കയറുമ്പോൾ വെച്ച് കൊടുക്കുക, അടുത്ത എവിടെയാണോ ഇറങ്ങുമ്പോൾ വെച്ച് കൊടുത്താൽ പൈസ കട്ടായിക്കോളും. പിന്നെ ടാക്സി ഇതിൻ്റെ അകത്ത് തന്നെ ദീദി ഇതിൻ്റെ അകത്ത് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ ഫ്ലൈറ്റ് എടുക്കാൻ പറ്റും, ഒക്കെ ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട്. കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. പിന്നെ ഫുഡിന് എടുത്തപ്പോൾ KFC, മക്ഡൊണാൾഡ്സ്, സ്റ്റാർബക്സ് പോലുള്ള ഐറ്റംസ് ഇതിലുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് ഓർഡർ ചെയ്താൽ നിങ്ങൾ ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. പിന്നെ ഇതിൽ ട്രാൻസ്ലേറ്റ് ഓപ്ഷനുള്ളതുകൊണ്ട് ഇത് ചൈനീസ് മാത്രമല്ല ഇംഗ്ലീഷിനും വർക്കാം. അപ്പം അലിപേ ഇസ് ബെസ്റ്റ്. ഇതിലിട്ട് റീചാറ്റ് ആണെങ്കിൽ റീചാറ്റിലും സെയിം ഓപ്ഷൻ ആട്ടോ. ഇപ്പോൾ അലിപേ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ അക്കൗണ്ട് ആദ്യം ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മളെ ഇവിടെ പോയിട്ട് മെമ്പർഷിപ്പിൻ്റെ അകത്ത് പോയിട്ട് നമ്മളൊരു വെരിഫിക്കേഷൻ ഉണ്ട്, ഈ ഐഡന്റിറ്റി ഇൻഫർമേഷൻ ഇല്ലേ, ഇത് മസ്റ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ UAE രജിസ്റ്റർ ചെയ്തിട്ട് ഇവിടെ ഇറങ്ങി സിം കാർഡ് എടുത്തിട്ടാണെങ്കിൽ ഇവിടെ നിന്ന് ചെയ്യാം, അല്ലെങ്കിൽ ബെസ്റ്റ് UAE ചെയ്തിട്ട് നിങ്ങൾ ആ നമ്പർ ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി. എന്നിട്ട് നമ്മുടെ പാസ്പോർട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഒരു വെരിഫിക്കേഷൻ ഉണ്ട്, അത് നിർബന്ധമായിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് പേയ്മെന്റ് വർക്കാവില്ല കേട്ടോ. പിന്നെ കാർഡ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ റീചാറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ റീചാറ്റിൽ വെക്സിൻ സർവീസസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, വെക്സിൻ സർവീസസ് WAXIN. അത് ആക്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ പേയ്മെന്റ് പോരാ. ബെസ്റ്റ് ഈ രണ്ട് ആപ്ലിക്കേഷൻ നിങ്ങൾ അവിടുന്ന് ഡൗൺലോഡ് ചെയ്തോ, ദീദി ഡൗൺലോഡ് ചെയ്തോ, ഇത് ഡൗൺലോഡ് ചെയ്തോ, റീചാറ്റ് ഡൗൺലോഡ് ചെയ്തോ. പിന്നെ പോണി പൈലറ്റ് ചെയ്യാമെങ്കിൽ ഡ്രൈവർലെസ് ടാക്സി യൂസ് ചെയ്യുക. ഇതൊക്കെ അലിപ്പേയിൽ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് വേണം വരാൻ വേണ്ടി. പിന്നെ മെട്രോമാൻ കൊടുത്തു കഴിഞ്ഞാൽ മെട്രോ കിട്ടും, പിന്നെ മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ മാപ്പ് കിട്ടും. ഇപ്പം ഇങ്ങനെ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ് ഇവിടെ മെയിനായിട്ട് നിങ്ങൾ വരുമ്പോൾ കൊണ്ടുവരാനുള്ളത്. അപ്പം നമ്മൾ ലക്കിൻ കോഫിന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പം ആലിപ്പേയിൽ ചെയ്യുന്നതുകൊണ്ട് സർവീസ് ചാർജ് എന്തെങ്കിലും കട്ടാവുന്നുണ്ടോന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കിയാലേ അറിയുള്ളൂ. ഐ തിങ്ക് വിസ കാർഡൊക്കെ ചില ആൾക്കാർക്ക് ഭയങ്കര ഫ്രീ ആയിരിക്കും വേറെ കൺട്രിയിൽ യൂസ് ചെയ്യുന്നതിന്. അങ്ങനത്തെ കാർഡ്സ് ആഡ് ചെയ്താൽ മതി കേട്ടോ. ദാറ്റ്സ് ദ ബെസ്റ്റ് ഓപ്ഷൻ. സോ ലെറ്റ് മീ ട്രൈ ദ ഫേമസ് ലക്കിൻ കോഫി. അങ്ങനെ നമ്മളെ അടുത്ത ലൊക്കേഷനിലേക്ക് എത്തി. ബീജിംഗ് ഗ്രേറ്റ് വാൾ ആണ് നമ്മളെ ലക്ഷ്യം. ചൈന വരുമ്പോൾ ഗ്രേറ്റ് വാൾ കയറാതെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ബീജിംഗ് എയർപോർട്ടാണ് ഈ കാണുന്നത്, ഡൊമസ്റ്റിക് എയർപോർട്ടാണ് കേട്ടോ. ടു മച്ച് പെട്ടെന്ന് ഞങ്ങളുടെ, കാരണം ഓൾറെഡി 10 മണി കഴിഞ്ഞുകൊണ്ട് മെട്രോ ഇല്ല പോകുന്നത്. മെട്രോ ഇല്ലെങ്കിൽ പണി വാളും. ഭയങ്കര ദൂരം, 1 hour ഉണ്ട് ടാക്സിക്ക്, അതും 180-200 കാണിക്കുന്നത്. എയർപോർട്ടിൽ നിന്ന് എനിക്ക് ബുക്കിംഗ് കൊടുക്കുമ്പോൾ അവർ ഓൾറെഡി അയച്ചു തന്നിട്ടുണ്ട് ലൊക്കേഷൻ എങ്ങോട്ടാന്നുള്ളത്. അപ്പം എൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ എക്സ്പ്രസ് ട്രെയിൻ കയറിയിട്ട് 2 സ്റ്റേഷൻ അപ്പുറത്ത് ഇറങ്ങാൻ വേണ്ടേ. ഇപ്പം എക്സ്പ്രസ് ട്രെയിനിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അവിടെ അലിപ്പേ അല്ലാന്ന് തോന്നുന്നു. അവരെന്നോട് കാർഡ് വാങ്ങിക്കുന്നുണ്ട്. എല്ലാവരും 35 യുവാനാണ് ഒരു കാർഡിന്. 2 സ്റ്റേഷനേ പോകാനുള്ളൂ. ഒരു എക്സ്പ്രസ് ട്രെയിൻ ആയതുകൊണ്ടായിരിക്കും ചിലപ്പം. അപ്പോൾ അവിടെ എത്തുന്നതിന് 35 യുവാനും കൊടുക്കണം. 6 മണി തൊട്ട് 11 മണി വരെ കേട്ടോ. മിഡ് നൈറ്റ് ഒക്കെ ഇറങ്ങുന്നവർക്ക് ടാക്സിന്റെ അടുത്ത് പോകേണ്ടി വരും, വേറെ ഓപ്ഷൻ ഇല്ല. സബ് വർക്കാവില്ല. മിക്കവാറും ഞാൻ ഈ സ്റ്റേഷനിൽ കയറി അവിടെ എത്തുമ്പോൾ തന്നെ എനിക്ക് ഒരു മെട്രോ കിട്ടുന്നില്ല, എനിക്ക് ടാക്സി എടുത്ത് പോകേണ്ടിരുന്നാ തോന്നുന്നത്. 11 വരെയൊക്കെ മെട്രോ ഉണ്ടെങ്കിൽ ഭാഗ്യം. എത്ര ടൈം എടുക്കുന്ന അറിയില്ല ഇത്. സോ 35 യുവാൻ കൊടുത്തിട്ട് എടുത്തത് ശ്രദ്ധിക്കുക. സബ് ഈസ് ഓൺലി അണ്ടിൽ 11. ഇത് ഞാൻ വന്നിരിക്കുന്നത് ഡാക്സിംഗ് എയർപോർട്ടിലാണ് കേട്ടോ. ബീജിംഗിൽ 2-3 എയർപോർട്ട് ഉണ്ട്. ക്യാപിറ്റൽ എയർപോർട്ട് എനിക്ക് തോന്നുന്നത് ഇന്റർനാഷണൽ മാത്രമാണ്. അപ്പോൾ ഇത് ഡൊമസ്റ്റിക്കിന് ടാക്സിംഗ് ആണ്. വി ആർ വെരി ലക്കി. ആക്ച്വലി നമ്മുടെ ഫ്ലൈറ്റ് 1/2 hour നേരത്തെ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നന്നായി. ഇതിപ്പോൾ നിങ്ങൾ കണ്ടോ, ഞാൻ മെട്രോയിൽ ഇറങ്ങി, ഒറ്റ മെട്രോന്റെ എക്സിറ്റ് ആണ് കേട്ടോ. A മുതൽ H വരെ 8 എക്സിറ്റാ. അതിന്റെ അപ്പുറത്ത് JL വരെ വേറെ ഉണ്ടായിരുന്നു. ഇതൊരു കിടിലൻ മെട്രോ സ്റ്റേഷൻ ഉണ്ടാ ബീജിംഗിലെ പിങ്ങാലി എന്ന് പറഞ്ഞിട്ടാ. പിന്നെ നിങ്ങളെ റൂം ഏതാണോ അതിനനുസരിച്ച് മെട്രോ സ്റ്റേഷൻ മാറും. പക്ഷേ ഫാസ്റ്റസ്റ്റ് ട്രെയിൻ ഞാൻ പറഞ്ഞില്ല, എക്സ്പ്രസ് ട്രെയിൻ 11 മണി വരെ, മെട്രോ 11:30 വരെ. അപ്പൊ എക്സ്പ്രസ് ട്രെയിനിൽ ഇറങ്ങുന്നവർ കൂടി മെട്രോയിൽ പോകാൻ പറ്റുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. സോ നമ്മൾ രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞില്ല 180 ടാക്സിക്ക് പറഞ്ഞത്. ഞാൻ 35 പ്ലസ് ഒരു 5 ആ ലെവലിൽ ഞാനിവിടെ എത്തി. ഹോസ്റ്റലിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തിട്ട് ജസ്റ്റ് തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്, അതുള്ളൂ, ബാക്കിയെല്ലാം പൂട്ടിപ്പോയി. അപ്പൊ അവിടെ നിന്ന് കയറിയിട്ട് ഞാൻ ഒരു ടൊമാറ്റോ ഒരു റൈസ് പറഞ്ഞു കണ്ടപ്പോൾ ഭയങ്കര പൂതി, കുറച്ച് ദിവസം കഴിച്ചിട്ട്. അപ്പോൾ തൽക്കാലം ഇവൻ അവിടെ നിന്ന് ഇങ്ങനെ മട്ടൺ ഇതാക്കുന്നത് കണ്ടു. അപ്പൊ ഞാൻ മട്ടന്റെ സ്ക്യൂർ പറഞ്ഞ ഇത് കുഴപ്പമില്ല. അപ്പോ കൊറേ റൈസ് കഴിച്ചിട്ടാ, റൈസ് വിത്ത് ടൊമാറ്റോ പറഞ്ഞു. പക്ഷെ ഭയങ്കര ഉപ്പെന്തോ കൂടിക്കണോ. എന്തായാലും കഴിക്കാം. അതിൻ്റെ അപ്പുറം
കളസോണം ഇതവിടെ കുടിക്കാൻ പറ്റുന്നുള്ളൂ ബാക്കി എന്നെ ബീറ. തൽക്കാലം സ്ഥലത്ത് കഴിച്ചിട്ട് റൂമിലേക്ക് കയറട്ടെ. 12 മണി കഴിഞ്ഞു. നമ്മൾ ഇസിബ സ്റ്റേഷനിൽ പോയി. പിന്നെ നമ്മള് ടെസ്റ്റ് ബഡ് ഏരിയ, എർലിംഗ് പാർക്ക്, പിന്നെ അവിടുത്തെ ഗ്രാൻഡ് മോസ്ക് കണ്ടു. പിന്നെ നമ്മളിന്ന് മറ്റേ ഏരിയയിൽ വീണ്ടും ഒന്ന് പോയി. അവിടുന്ന് ഫുഡ് ഡംപ്ലിങ് കഴിച്ചു. അടിപൊളി ഡംപ്ലിങ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ വേറെ റൂമിലെത്തി ചെക്കൗട്ട് ചെയ്ത് ബീജിങ്ങിലേക്ക്. മെട്രോ തന്നെ ഞാൻ എയർപോർട്ടിലേക്ക് എത്തിയത്. ടൈം കറക്റ്റായിരുന്നു. ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞു. ഫ്ലൈറ്റിന് അത്യാവശ്യം ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലെക്കിൻ കോഫി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ദാറ്റ് വാസ് സോ ഗുഡ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി അലിപേ കൂടെ ഫുഡ് ഓർഡർ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ബീജിങ്സ് ഷിൻസ യൂത്ത് ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ട് സാധനമാണ്. 3 നൈറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ. 3 നൈറ്റ് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഒരു നൈറ്റ് പിന്നെ 2 നൈറ്റും കൂടെ 156 ദിർഹംസ് അതേ ഉള്ളൂ. ബാക്കി ബീജിങ് ഷാങ്ഹായിൽ ഹോസ്റ്റൽസ് വരെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. മിനിമം 80 ദിർഹംസ് ഇപ്പോൾ ഒരു ദിവസം വരുന്നുണ്ട്. അപ്പോൾ ഹോട്ടലിന് അറിയാലോ. ഇതാണ് പിന്നെയും കുറച്ച് കിട്ടിയത്. നല്ല റിവ്യൂസ് ഉള്ള ഹോട്ടലാണ്. ഇനിയിപ്പോൾ നൈറ്റ് ആണ് ഞാൻ വേറെ റൂംസ് ഒന്നും കാണിക്കുന്നില്ല. നാളെ കാണിച്ചു തരാം. സോ ഈ എപ്പിസോഡ് ഈസ് ജസ്റ്റ് വൈൻഡിങ് അപ്പ്. ഇനി ബീജിങ് ഷാങ്ഹായും കൂടി ഉണ്ട്. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ ബീജിങ് കാണുന്നവരെ ബൈ.